ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന ടോപ്പിക്ക് അവർ ഈ നിമിഷം നിങ്ങളെക്കുറിച്ച് ഓർക്കുന്നുണ്ടോ? അവരുടെ മനസ്സിൽ ഇപ്പോഴും നിങ്ങളുണ്ടോ? ഓക്കെ. തീർച്ചയായിട്ടും ഈ റിലേഷൻഷിപ്പിൽ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഉണ്ട്. അതിൻ്റെ പേരിൽ നിങ്ങൾ തമ്മിൽ സെപ്പറേറ്റഡ് ആണെന്ന് കാണുന്നുണ്ട്. മേ ബി അതൊരു പേഴ്സണോ അല്ലെങ്കിൽ അത് ഫിനാൻഷ്യലായിട്ടുള്ള കാര്യങ്ങളോ ആയിരിക്കാം. ഒരു ടോട്ടൽ ചേഞ്ച് ആണ് ആ വ്യക്തി ഈ ഒരു നിമിഷം ആഗ്രഹിക്കുന്നത്. പക്ഷെ നിങ്ങളിൽ നിന്നും ആ വ്യക്തി ഒരുപാട് അകലങ്ങളിലാണെന്ന് കാണുന്നുണ്ട്. കുറച്ച് പേർക്കെങ്കിലും ഇത് ലോങ് ഡിസ്റ്റൻസ് ആയിട്ടുള്ള റിലേഷൻഷിപ്പ് ആയിരിക്കാം. പക്ഷെ ആ വ്യക്തി എത്രമാത്രം അകലെയാണ് നിങ്ങളെങ്കിലും നിങ്ങളാണ് അവരുടെ ലോകം എന്ന് പോലും ചിന്തിക്കുന്നുണ്ട് ഈ ഒരു നിമിഷത്തിൽ. ഓക്കെ. യെസ്. അതുകൊണ്ട് തന്നെ അവർ നിങ്ങൾക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുന്നുണ്ട്. നിങ്ങളെ അവരുടെ ലൈഫിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി മാനിഫെസ്റ്റേഷൻ ചെയ്യുന്നുണ്ട്. മേ ബി നിങ്ങളും ഈ ഒരു സമയത്ത് മാനിഫെസ്റ്റേഷനൊക്കെ ചെയ്യുന്നുണ്ടാവും. ആ വ്യക്തിയെ നിങ്ങളുടെ ലൈഫിലേക്ക് അട്രാക്റ്റ് ചെയ്ത് കൊണ്ടുവരാൻ വേണ്ടിയിട്ടുള്ള നിങ്ങളും ശ്രമിക്കുന്നുണ്ടാവാം, ആഗ്രഹിക്കുന്നുണ്ടാവാം. യെസ്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഒരു ഇംബാലൻസ് സിറ്റുവേഷനാണ്. നിങ്ങൾക്ക് 2 പേർക്കും മനസ്സിന് നിയന്ത്രിക്കാൻ കഴിയാത്ത അത്രയധികമായിട്ടുള്ള സങ്കടങ്ങൾ ഉള്ളതായിട്ട് കാണുന്നുണ്ട്. പേഴ്സണലി നിങ്ങൾക്ക് ഈ കാര്യങ്ങൾ മറ്റ് വ്യക്തികളോട് ഷെയർ ചെയ്യാൻ പറ്റുന്നില്ല. അത്രമാത്രം ഒരു സപ്രഷൻ നിങ്ങളുടെ ഉള്ളിലുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്കും നിങ്ങളുടെ പേഴ്സണും ഒരുപോലെ സ്ട്രഗിൾ ചെയ്യിപ്പിക്കുകയാണ് ഈ ഒരു ഡിസ്റ്റൻസ്, നിങ്ങൾ തമ്മിലുള്ള ഡിസ്റ്റൻസ്. ഓക്കെ. ബട്ട് മേ ബി ഇത് കുറച്ച് പേർക്ക് ഒരു ഡിവൈൻലി കണക്റ്റഡ് ആയിട്ടുള്ള റിലേഷൻഷിപ്പ് ആണെന്ന് കാണുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഒരു സെപ്പറേഷനിൽ ഒരു മജീഷ്യൻ കാർഡ് വന്നതുകൊണ്ട് തന്നെ വളരെ പെട്ടെന്ന് നിങ്ങൾക്കൊരു റീയൂണിയൻ സാധ്യത കാണുന്നുണ്ട്. നിങ്ങളുടെയും നിങ്ങളുടെ പേഴ്സണുമായിട്ടുള്ള ആ ഒരു ഡിസ്റ്റൻസിൽ ഇപ്പോഴുള്ള ഈ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ എന്ന് പറയുന്നത് വളരെ പെട്ടെന്ന് മാറിപ്പോകും എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. ആ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷനിലാണ് നമുക്ക് ക്ലാരിഫിക്കേഷനായിട്ട് മജീഷ്യൻ ആൻഡ് ദ മിറർ വന്നിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും അതിലൊരു ക്ലാരിറ്റി ഉണ്ടാവുന്നതാണ്. നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിൽ ഈ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ്റെ സ്ട്രെങ്ത് കുറഞ്ഞ് തന്നെ ഈ വ്യക്തി നിങ്ങളിലേക്ക് തിരികെ വരും. അതിലുള്ളൊരു മാജിക്കൽ ചേഞ്ച് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ സംഭവിക്കും എന്നാണ് ഇവിടെ വ്യക്തമായത്. ഓക്കെ. യെസ്. ഡെഫിനറ്റ്ലി അവർക്ക് ഇത്രയും നാളും നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ എന്ത് തീരുമാനങ്ങൾ എടുക്കണം എന്നുള്ള ഒരു ആശങ്കയുണ്ടായിരുന്നു. പക്ഷെ ഈ നിമിഷത്തിൽ മേ ബി ഈ റീഡിങ് നിങ്ങൾ കേൾക്കുന്ന സമയത്തിൽ നിങ്ങളുടെ പേഴ്സൺ ഒരു ഡിസിഷൻ എടുക്കുന്നുണ്ട്. മേ ബി അവർക്ക് ഇത്രയും നാളും എന്താണ് പോസിറ്റീവായിട്ട് ചെയ്യേണ്ടത് അല്ലെങ്കിൽ നിങ്ങളിലേക്ക് തിരികെ വരാൻ എന്തൊക്കെയാണ് ചൂസ് ചെയ്യേണ്ടതെന്ന് അറിയാത്തൊരു സാഹചര്യം ഉണ്ടായിരുന്നു. പക്ഷെ ഈ നിമിഷം മുതൽ അവർ ചിന്തിക്കുന്നത് നിങ്ങളിലേക്ക് തിരികെ വരാനുള്ള പ്രോപ്പറായിട്ടുള്ള പാത്താണ്. അത് അവർ തീരുമാനം എടുത്തതായിട്ടാണ് കാണുന്നത്. ഓക്കെ. കാരണം അവർക്ക് അത്രയധികമായിട്ടുള്ളൊരു ചലഞ്ചിങ് സിറ്റുവേഷൻ അവരുടെ ലൈഫിൽ ഉണ്ടായിരുന്നു. അതാണ് നിങ്ങൾക്കിടയിൽ ഈ ഡിസ്റ്റൻസ് ഉണ്ടാക്കിയിരുന്നത്. പക്ഷേ ഈ നിമിഷം അവർ അതിനെ ഒപ്പോസ് ചെയ്യാനുള്ള സ്ട്രെങ്ത് നേടിക്കഴിഞ്ഞു. ഓക്കെ. വളരെയധികമായിട്ടുള്ള ഒരു ഏഞ്ചലിക് സ്ട്രെങ്ത് അവർ നേടിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അവർ തീർച്ചയായിട്ടും ഈ റിലേഷൻഷിപ്പിൽ വളരെ സ്ട്രോങ് ആയിട്ടുള്ളൊരു ഡിസിഷൻ എടുത്തിരിക്കുകയാണ്. ഓക്കെ. യെസ്. ഡെഫിനിറ്റ്ലി അവർ ആ ഒരു നേട്ടം അവർ കൈവരിക്കുമെന്ന് തന്നെയാണ് കാണുന്നത്. നിങ്ങളിലേക്ക് തിരികെ എത്താനുള്ള ഇൻഡ്യൂഷൻസ് അവർക്ക് യൂണിവേഴ്സിൽ നിന്ന് കിട്ടുന്നുണ്ട്. എന്താണ് ചൂസ് ചെയ്യേണ്ടത്, ഏതാണ് റൈറ്റ് ആയിട്ടുള്ള പാത്ത് എന്നെല്ലാമുള്ള ഒരു റിയലൈസേഷൻ അവർക്ക് ഉണ്ടാവുന്നുണ്ട്. ആൻഡ് യെസ്, ഡോർ ടു സ്പിരിറ്റ്. അതുകൊണ്ട് തന്നെ ഇത് ഡിവൈൻലി നിങ്ങൾ കണക്റ്റഡ് ആയിട്ടുള്ള വ്യക്തികളാണെന്ന് വീണ്ടും നമുക്ക് വ്യക്തത വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ഈ സെപ്പറേഷൻ നിങ്ങൾ ഈ ഒരു സമയത്ത് നിങ്ങൾ കടന്നു പോകേണ്ടതായിട്ടുള്ളതായിരുന്നു ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ആ ഒരു സിറ്റുവേഷൻ നിങ്ങൾ ഓവർകം ചെയ്യണം. നിങ്ങളുടെ ലൈഫിലേക്ക് വളരെ പുതുമയായിട്ടുള്ള സംഭവങ്ങൾ അല്ലെങ്കിൽ വളരെ നിങ്ങൾ അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള ഒരുപാട് പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ സംഭവിക്കുന്നത് തന്നെയാണ് കാണുന്നത്. ഓക്കെ. ആ ഒരു ഡോറാണ് നിങ്ങളിലേക്ക് ഓപ്പൺ ആവുന്നത്. ഓക്കെ. നിങ്ങൾ തമ്മിൽ ഓൾറെഡി സ്പിരിച്വലി കണക്റ്റഡ് ആയിട്ടുള്ള വ്യക്തികളാണ്. അതിനു വേണ്ടിയിട്ട് നിങ്ങൾക്ക് ചിലപ്പോൾ ഒരു ടെലിപ്പതി കമ്മ്യൂണിക്കേഷൻ പോലെയൊക്കെ അനുഭവം വരുന്നുണ്ടാവാം.
നിങ്ങൾ തമ്മിൽ അത്തരത്തിലുള്ള കമ്മ്യൂണിക്കേഷൻ മേ ബി ഡ്രീംസിലോ അല്ലെങ്കിൽ ഈ വ്യക്തിയുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ കാണുകയോ റിപ്പീറ്റഡ് ആയിട്ട് ഏഞ്ചൽ നമ്പേഴ്സ് കാണുകയോ അതുപോലെ തന്നെ പ്രാവുകളെ നിങ്ങൾ കാണുന്നുണ്ടാവാം. അതുപോലെ ഏഞ്ചലിക് സിംബൽസ് നിങ്ങൾ ഒരുപാട് കാണുന്നുണ്ടാവാം. ഫെദേഴ്സ് ആയിട്ടോ ബട്ടർഫ്ലൈസ് ആയിട്ടോ ഒക്കെ നിങ്ങൾ കാണുന്നുണ്ടാവാം. അതെല്ലാം ഈ ഒരു ചേഞ്ചിനെയാണ് കാണിക്കുന്നത്. നിങ്ങൾക്കിടയിലുള്ള തേർഡ് പാർട്ടി സിറ്റുവേഷൻ്റെ സ്ട്രെങ്ത് കുറയുന്നതിൻ്റെ ഒരു സൈനായിട്ടും അത് കണക്കാക്കാം. ഓക്കെ, തീർച്ചയായിട്ടും ഈ വ്യക്തി നിങ്ങളെക്കുറിച്ച് ഒരുപാട് ചിന്തിക്കുന്നുണ്ട്. അവർ ഈ ഒരു മൊമെൻറ്റിൽ അവർ എല്ലാം നേടിയെടുക്കും എന്നുള്ള ഒരു കോൺഫിഡൻസും അവർക്ക് വന്നിട്ടുണ്ട്. അതിന് മാത്രമുള്ളൊരു സംഭവം അവരുടെ ലൈഫിൽ നടന്നിട്ടുണ്ടാവണം. ഓക്കെ, അതുകൊണ്ട് തന്നെ അവർ വളരെ സ്ട്രോങ് ആയിട്ടുള്ളൊരു തീരുമാനം എടുക്കുന്നുണ്ട്. നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു കാര്യം ഈ റീഡിങ്ങിൻ്റെ സമയത്ത് നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യം നിങ്ങൾ നേടിയെടുക്കും എന്നുള്ളത് വളരെ വളരെ പോസിബിൾ ആയിട്ടുള്ളൊരു കാര്യമാണ്. അതുകൊണ്ട് ഈ മൊമെൻറ്റിൽ നിങ്ങൾ ആഗ്രഹിക്കുക, നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യുക. നിങ്ങൾ വിചാരിക്കുന്ന കാര്യം നിങ്ങളിലേക്ക് സക്സസ് ആയിട്ട് വരും. ഓക്കെ, തീർച്ചയായിട്ടും ഈ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ അപ്പോസ് ചെയ്യാനുള്ളൊരു സ്ട്രെങ്ത് ഈ വ്യക്തി നേടിക്കഴിഞ്ഞിരിക്കുകയാണ്. ആൻഡ് യെസ്, അവർ നിങ്ങളെക്കുറിച്ച് ഒരുപാട് ആൻഷ്യസ് ആണ്. ഓക്കെ, എല്ലാ കാര്യങ്ങളും അവർ തരണം ചെയ്ത് നിങ്ങളിലേക്ക് തിരികെ എത്തുമ്പോൾ അവർ അവർ കരുതുന്നത് നിങ്ങളെ അവർക്ക് നഷ്ടമായി പോയാലോ, അവർ നിങ്ങളെക്കുറിച്ച് എല്ലാ രീതിയിലും ചിന്തിക്കുന്നുണ്ട്, നിങ്ങളെ സ്പൈ ചെയ്യുന്നുണ്ട്. എല്ലാവരെ കൊണ്ടും ചിലപ്പോൾ നിങ്ങളെ അറിയുന്ന വ്യക്തികൾ വഴിയൊക്കെ നിങ്ങളെക്കുറിച്ച് അറിയാൻ വേണ്ടി ഈ വ്യക്തി ശ്രമിക്കുന്നുണ്ട്. അത്രയധികം ആങ്ഷ്യസ് ആണ് അവർ നിങ്ങളെക്കുറിച്ച്. ഓരോ നിമിഷവും അവർ ചിന്തിക്കുകയാണ്. പക്ഷേ എന്തോ ഒരു കോൺഫിഡൻസ് ഇല്ലാത്തൊരു സാഹചര്യം അവർക്കുണ്ട്. അവർക്ക് നിങ്ങളുടെ മുന്നിൽ നേരിട്ട് വരാനായിട്ട് ഒരു കോൺഫിഡൻസ് കിട്ടുന്നില്ല. മേ ബി അത് നിങ്ങൾ അവരെ അക്സെപ്റ്റ് ചെയ്യുമോ ഇല്ലയോ എന്നുള്ളൊരു കൺഫ്യൂഷനിലാണെന്നാണ് കാണുന്നത്. ആൻഡ് യെസ്, അപ്രീസിയേഷൻ. ഇത്രയധികം പ്രോബ്ലംസ് ഫേസ് ചെയ്യുന്നൊരു വ്യക്തി ആയിരുന്നിട്ട് കൂടിയും അവർ നിങ്ങളെ എപ്പോഴും ചിന്തിക്കുന്നു. ഈ ഒരു മൊമെൻറ്റിലെന്നല്ല, ഈ ലൈഫ് മുഴുവനുള്ള സമയത്തും ഡേ ആൻഡ് നൈറ്റ് അവർ നിങ്ങളെക്കുറിച്ച് മാത്രമാണ് ചിന്തിക്കുന്നത് തന്നെയാണ് കാണുന്നത്. അത്രയധികമായിട്ടുള്ള പ്രോബ്ലംസ് ആ വ്യക്തിയുടെ ലൈഫിലുണ്ട്. പക്ഷേ എങ്കിലും അവർ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് നിങ്ങൾക്ക് തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഈ വ്യക്തിയെ നിങ്ങൾക്ക് ട്രസ്റ്റ് ചെയ്യാൻ പറ്റും. ആ വ്യക്തി നിങ്ങളിലേക്ക് തിരികെ വരുമെന്നുള്ളത് വളരെ വ്യക്തമാണ്. ഓക്കെ, അപ്പോൾ ഓവറോൾ എനർജി നമുക്ക് കിട്ടുന്നത് ഈ വ്യക്തി ഇപ്പോൾ നിങ്ങളെക്കുറിച്ച് മാത്രം ചിന്തിക്കുകയാണ്. ഈ ഒരു റീഡിങ് നിങ്ങൾ കേൾക്കുന്ന ടൈമിൽ പോലും ആ വ്യക്തി നിങ്ങളെക്കുറിച്ച് മാത്രം ചിന്തിക്കുന്നുണ്ട്. അത്രയധികമായിട്ട് അവർ സ്ട്രോങ് ആയിട്ട് ഈ ഒരു സാഹചര്യങ്ങളോട് പൊരുതുന്നുണ്ട് തന്നെയാണ് കാണുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യുക, പ്രാർത്ഥിക്കുക, ഒരു സ്പിരിച്വൽ വേയിലേക്ക് മൂവ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. നിങ്ങളും ഈ വ്യക്തിയുമായിട്ട് യൂണിവേഴ്സായിട്ട് തന്നെ കണക്ട് ചെയ്തിട്ടുള്ള വ്യക്തികളാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഒന്നിച്ച് ചേരേണ്ടതായിട്ടുള്ള വ്യക്തികളാണെന്ന് മനസ്സിലാക്കുക. ഓക്കെ.